ഇവിടുന്നും ആരും നമ്മളെ അഡ്രസ്സ് ചെയ്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ല. നമ്മുടെ പ്രിൻസിപ്പളിനോട് നമ്മൾ സംസാരിച്ചു, നമ്മുടെ മാനേജ്മെന്റിനെ കാണണം എന്ന് പറഞ്ഞു. ആരും ഇതുവരെ മുതിർന്നിട്ടില്ല. ഒരു ദിവസം പോയി, 2 ദിവസം പോയി, 3 ദിവസം പോയി, 4 ദിവസം നമ്മൾ ഇവിടെ ശബദം നിന്നു. വേണം, കാണണം എന്ന് പറഞ്ഞ് നിന്നിട്ട് പോലും ആരും ഇന്നവരെ നമ്മുടെ മുന്നിലോട്ട് വന്നിട്ടില്ല. നമ്മളിപ്പം റിട്ടേൺ കംപ്ലയിന്റ് കൊടുക്കുകയാണ്. റിട്ടേൺ കംപ്ലയിന്റിൽ നമ്മൾ വെക്കുന്ന ഡിമാൻഡ്സ് റാം സാറിനെ ഡിസ്മിസ് ചെയ്യണം, എന്തിരുന്നാലും ഡിസ്മിസ് ചെയ്യണം. അതുപോലെ തന്നെ അലിഗേഷൻസ് വന്നേക്കുന്ന മറ്റ് 2 സ്റ്റാഫ്സ് അവരെ നമ്മുടെ കോളേജിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിൽ നമ്മുടെ കൺസേൺസിനെ അഡ്രസ്സ് ചെയ്യാത്തവരാ, നമ്മുടെയും നല്ല നമ്മുടെ സ്റ്റാഫിന്റെയും. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പകുതി പേർക്കും അറിയുന്ന കാര്യമാണ്, മുഴുവൻ പേർക്കും അറിയുന്ന കാര്യമാണ് സംഗീത മാം എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന്. ആ മാമിനെ പോലെ സപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ ഒരു മാനേജ്മെന്റിൽ നിന്ന് ഒരു വ്യക്തി മുന്നോട്ടേക്ക് വന്നിട്ടില്ല. അതാണ് നമ്മുടെ സ്റ്റാഫിന്റെ അവസ്ഥ. അപ്പോൾ സ്റ്റുഡൻസിന്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾക്കറിയോ ആരാ മാനേജ്മെന്റ് എന്നുള്ളത്? നമ്മുടെ മാനേജ്മെന്റ് ആരാന്നറിയോ? ഇല്ല. ഇത്രയും വർഷം, ഇപ്പം ഞാനിവിടെ 5 വർഷമായി പഠിച്ചു, എനിക്കറിയത്തില്ല ആരാ മാനേജ്മെന്റ് എന്ന്. അപ്പം ഇനിയും നമ്മുടെ നിതിൻ പോയി ഇനി ഒരു നിതിനെ ഇവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അവർക്ക് വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമുക്ക് ട്രാൻസ്പെറൻസി, സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് എന്തായാലും വേണം. അതുപോലെ തന്നെ നമ്മുടെ യൂണിയനുള്ള ലിമിറ്റേഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളും യൂണിയൻ ഫേസ് കടന്നു പോയവരാണ്. യൂണിയന്റെ ലിമിറ്റേഷൻസ് ഒരു പ്രിൻസിപ്പൽ എന്നുള്ള ഹയർ അതോറിറ്റിയിൽ മേളിൽ എവിടെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ശക്തമായിട്ടുള്ളൊരു സ്റ്റുഡൻറ് ബോഡി, അത് പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടിയാണെങ്കിലും അല്ലെങ്കിലും ശക്തമായിട്ടുള്ളൊരു സ്റ്റുഡൻറ് ബോഡി നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ട സപ്പോർട്ട് നമുക്ക് കോളേജിന്റെ ഹയർ അതോറിറ്റീസ് തന്നേ പറ്റുള്ളൂ. നിതിന്റെ കേസിന്റെ ട്രാൻസ്പെറൻസി അത് നമുക്ക് നിർബന്ധമാണ്, അത് അറിയണം എന്നുള്ളത്. ഇത്രയും ഡിമാൻഡ്സ് ആണ് നമ്മളിപ്പോൾ മുന്നോട്ട് വെച്ചേക്കുന്നത്. ഇക്കാര്യത്തിൽ ഇവിടെ ഉറച്ചൊരു തീരുമാനം നമ്മുടെ മാനേജ്മെന്റ് അറിയിക്കുന്നതിന് വരെ നമ്മൾ ഈ പ്രൊട്ടസ്റ്റ് തുടരുന്നതായിരിക്കും. ഇപ്പം താൽക്കാലികമായിട്ട് നമ്മൾ കുറച്ച് ശാന്തമായ പ്രൊട്ടസ്റ്റാണ് ആഗ്രഹിക്കുന്നത്. കാരണം യൂണിവേഴ്സിറ്റി എക്സാംസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മേളിലത്തെ എക്സാം ഹാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. കുറച്ച് ശബ്ദം കുറച്ച് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മൾ ഈ പ്രൊട്ടസ്റ്റ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഇതിനൊരു തീരുമാനം ആയതിനു ശേഷം നമ്മൾ ഇനി ഈ വൈറ്റ് കോട്ട് ഇടുന്നുള്ളൂ. നമ്മൾ ഈ ക്ലിനിക്കിൽ ഒരു പേഷ്യന്റിനെ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.